മലപ്പുറത്തു നിന്നുള്ള രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് പോവാം. തിരൂരങ്ങാടി മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് KPA മജീദിന്റെ മണ്ഡലമാണ്. നമുക്കറിയാം മലപ്പുറത്തെ സീറ്റുകളെല്ലാം UDF-നെ സംബന്ധിച്ച് പൊന്നാനി ഒഴിച്ചെല്ലാം ഏറെക്കുറെ സേഫ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ. എന്തായാലും KPA മജീദിന്റെ മാർക്ക് എത്ര നോക്കാം. 53.08. തിരൂരങ്ങാടിയിൽ 53.08 എന്ന് പറയുമ്പോൾ അതൊരു മോശം പെർഫോമൻസ് ആണ്. അത് കുറച്ച് സർപ്രൈസിംഗ്. അതായത് ഇപ്പോ രാഷ്ട്രീയമായിട്ട് അവർക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലം അല്ല. അദ്ദേഹത്തെ MLA എന്നുള്ള രീതിയിൽ KP മജീദ് പൊതുവെ ഈ പറഞ്ഞുകൊണ്ടൊരു എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ വളരെ സരസനായി പെരുമാറുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം കുറച്ച് സീനിയർ നേതാവാണ്. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ ജനകീയതയിലുണ്ടായ പ്രശ്നമായിരിക്കാം. മുസ്ലിം ലീഗിന്റെ തിരൂരങ്ങാടി പോലെ മണ്ഡലത്തിൽ 53.08 എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഇപ്പൊ ജനകീയതയുടെ ഒക്കെ മാനദണ്ഡങ്ങൾ മാറി. പക്ഷെ അതിനനുസരിച്ച് അദ്ദേഹം അങ്ങനെ എല്ലായിടത്തും ചെല്ലുന്നുണ്ടാവില്ല. ആ എല്ലാ കാര്യങ്ങളും അതൊന്നുമില്ല എങ്കിലും അവിടെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാൻ ഒരു ഘടകം അവിടെ ഉണ്ട്. ആണോ? അങ്ങനെയാണോ നോക്കാം നമുക്ക്. തിരൂരങ്ങാടിയിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? തിരൂരങ്ങാടിയിലെ ലീഗ് കോട്ട കുലുങ്ങുമോ? എന്താണ് തിരൂരങ്ങാടിയിലെ നില? ഒന്നും സംഭവിക്കില്ല. 51% UDF, 43.11 LDF, 5% മാത്രം NDA. ലീഡില് കുറവുണ്ട്, ഇടിവുണ്ട്. 8.77. അപ്പം നമ്മള് കറന്റ് പൊളിറ്റിക്സിനൊപ്പം തന്നെ MLA-മാരുടെ പെർഫോമൻസ് വലിയൊരു ഘടകമാണ്. എല്ലാ മണ്ഡലങ്ങളിലെയും മുന്നണികളുടെ വിജയ സാധ്യതകളെ ഇപ്പൊ തിരൂരങ്ങാടി നമുക്ക് വലിയ ഭൂരിപക്ഷം ജയിച്ചാണ്. അവിടെ 8.77 എന്ന് പറയുമ്പോൾ ഒരു 12,000 വോട്ടിനടുത്തേ വരുന്നുള്ളൂ. 50% മുകളിലാണ് എന്നൊരു ഘടകമുണ്ട്. പകുതിയിലധികം വോട്ടർമാർ. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലപ്പുറം മലബാർ മണ്ഡലങ്ങളിൽ എടുത്ത എല്ലാ മുന്നണികളും 49-48. അവിടെ BJP കൺസിഡറബിൾ അല്ല. 6% വോട്ടേ BJPക്കുള്ളൂ. അപ്പൊ 3 മുന്നണി സ്ഥാനാർത്ഥികളെ ഉള്ളൂ. അപ്പം ബാക്കി 90-ൽ ഈ 2 മുന്നണികൾ ഷെയർ ചെയ്യാനുള്ളത്. അത് 50-45 റേഞ്ച് തന്നെ വരും. തിരൂരങ്ങാടി മലപ്പുറം ആണെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 9,578 വോട്ടിന്റെ ഭൂരിപക്ഷം CPI മത്സരിക്കുന്നു. നിയാസ് പുളിക്കലത്ത് മത്സരിക്കുന്നു. CPI മത്സരിക്കുന്ന സീറ്റാണ്. അവർക്ക് CPI സംബന്ധിച്ചാൽ LDF-നെ സംബന്ധിച്ച് അവർക്ക് സാധ്യതയുള്ള പേർനാട്, തിരൂരങ്ങാടി, മഞ്ചേരി 3 സീറ്റാണ് മത്സരിക്കുന്നത്. അതിൽ എന്തെങ്കിലും സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങൾ ഒന്നാണ് ഈ തിരൂരങ്ങാടിയിൽ. ഒരു ടൈറ്റ് ഫൈറ്റ് വരും. എന്തായാലും 8% മുകളിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മേൽക്കൈ എന്തായാലും UDF-നെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് ആരും സർപ്രൈസ് പ്രതീക്ഷിക്കാത്ത ഒരു മണ്ഡലമാണ് തിരൂരങ്ങാടി.